ഇന്നൊരു എഗ്ഗ്ലെസ് ചോക്കോലാവ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണെങ്കിൽ ഓയിലുമായിട്ട് മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചിൽഡ് വാട്ടർ എടുക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിച്ചതിന് ശേഷമാണ് 1/4 കപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ പൊടിച്ചാണെങ്കിൽ ഒന്ന് അരിഞ്ഞ് കിട്ടണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 ടേബിൾ സ്പൂൺ ആണ്, അതുകൊണ്ടാണ് 4 തവണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു തവണ അരിച്ചെടുക്കാം. ഇനി ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമ്മൾ ഫ്ലവറിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരുമിച്ച് മുഴുവനും കൂടി ചേർക്കണ്ട, മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടാകും. ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം പിന്നീട് ബാക്കി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ലംസ് ഇല്ലാതെ മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ലാവാ കേക്ക് ഉണ്ടാക്കുന്നത് സ്റ്റീലിൻ്റെ ചെറിയ ബൗൾസിലാണ്. അപ്പോൾ ഇതിന് പകരം സിലിക്കൺ മോൾഡ് അല്ലെങ്കിൽ റാമെക്കിൻസ് എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ ബൗളിലും ഇത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ബൗൾസിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ആ ഓരോ ബൗൾസിലും കുറച്ച് മൈദ ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. എക്സസ് ഉള്ളതങ്ങ് മാറ്റിക്കളയാം. അപ്പോൾ ഇതിങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് 3 ബൗൾസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ബൗൾസിലേക്ക് ആദ്യം ഞാൻ 2 സ്പൂൺ വെച്ചാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. സ്പൂണിൻ്റെ മെഷർ ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൗൾസും ഒക്കെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് അത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബാറാണ്. അപ്പം ഇത് ഓരോ ബൗളിലും സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ വെച്ച് ഒഴിച്ചല്ലോ ആ ബാറ്ററിൻ്റെ, അതിനുള്ളിലേക്ക് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ചോക്ലേറ്റ് ബാർ കവർ ചെയ്യുന്ന രീതിയിൽ 1 സ്പൂണും കൂടെ ഒഴിക്കാം. ഒരുപാട് നിറച്ചൊഴിക്കരുത്, കാരണം ഇത് റൈസായി വരുമ്പോൾ ഓവർഫ്ലോ ആയി പോകും പുറത്തേക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റീം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമർ വെച്ച് നല്ലപോലെ സ്റ്റീം വന്നിട്ടുണ്ട്. ഇത് ഓരോന്നും വെച്ച് കൊടുക്കാം. നല്ലപോലെ സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, 4 മുതൽ 5 മിനിറ്റ് വെക്കാം. അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളുടെ ചോക്കോ ലാവാ കേക്ക്സ് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊരു നൈഫ് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈസി ആയിട്ട് പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ആ സെൻറ്ററിൽ വെച്ച ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബാറ് മെൽറ്റായിട്ട് ഇങ്ങനെ ഊസ് ഔട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്കോ ലാവാ കേക്ക്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.